അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ സുഹൃത്തുക്കളെ, ദജ്ജാലിനെ അറിയുന്ന ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിനെ ഒന്ന് കേൾക്കൂ. മനസ്സിലാക്കിയെടുത്തു. മുസ്ലിം ലോകത്ത് പിഴവച്ചിട്ടുണ്ട് എൻ്റെ വിശ്വാസം. കാരണം എന്ത്, അത് മുൻഗാമികൾ പറയേണ്ടതല്ല. മുൻഗാമികൾ പറയാത്ത ഇയാൾ പറയണം. മുൻഗാമികളല്ല ദജ്ജാലിനെ പറയേണ്ടത്. ദജ്ജാൽ പുറത്തിറങ്ങാനായാലാണ് ദജ്ജാൽ ആരാന്ന് അടയാളം കിട്ടും. ആ അടയാളം കിട്ടാത്ത നിങ്ങളെ ഹൃദയത്തിൽ വാതിലടഞ്ഞുകൊണ്ടാണ്. എനിക്ക് ദജ്ജാൽ ആരാന്നറിയും. എനിക്ക് ദജ്ജാൽ ആരാന്നറിയും. നിങ്ങൾ പറഞ്ഞ ആളൊന്നുമല്ല ദജ്ജാൽ. കേരളത്തിൽ ദജ്ജാലിനെ പറ്റി പറയുന്ന വയലുകൾ 100% നുണയാണ്. അതൊന്നുമല്ല ദജ്ജാൽ. 100% നുണ. പിന്നെ ഞാൻ പറഞ്ഞത് 1% പൊറുക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും കൂടി ശത്രുക്കളായിക്കളെ. അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ സുഹൃത്തുക്കളെ ഇദ്ദേഹത്തിന് പറ്റിയത്? എന്താണ് ഇദ്ദേഹം പറയുന്നത്? ഈ കാലയളവിൽ ആലിമീങ്ങൾ പൊതു സ്റ്റേജുകളിൽ വെച്ച് പറഞ്ഞ വാളുകൾ 99% കളവാണെന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന് ദജ്ജാലിനെ അറിയും. എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്? ഇദ്ദേഹം ഒരു 4-5 ദിവസം മുമ്പ് ഒരു പ്രസംഗത്തിൽ മക്കയെയും മദീനയെയും വളരെ ഇകഴ്ത്തിയാണ് സംസാരിക്കപ്പെട്ടത്. അതിൻ്റെ കുരുത്തപ്പഴ സമ്പാദിച്ചതാണോ ഇങ്ങനെ പ്രസംഗിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അള്ളാഹു കാക്കട്ടെ. ആലിമീങ്ങൾ ഇതുവരെ പ്രസംഗിച്ചതും ഇക്കാലയളവിൽ നമ്മളെ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡായാലും സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസകളിലൊക്കെ ദജ്ജാലുകളെ പഠിപ്പിക്കുകയുണ്ടായി. നിസ്കാരത്തിൽ 5 വക്തിനും ദജ്ജാലിൽ നിന്ന് നമ്മൾ കാവൽ തേടുന്നു. ഇതൊക്കെ ബഹറുകളായ ആലിമീങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലുള്ള മദർസ പാഠപുസ്തകങ്ങളിലും അത് കഴിഞ്ഞാൽ പള്ളി ദർസുകളിലൊക്കെ ദജ്ജാലിനെ പഠിപ്പിക്കുകയും ദജ്ജാലിൽ നിന്ന് അള്ളാഹുവിൽ കാവൽ ചോദിക്കുകയും ചെയ്യുന്ന നമ്മൾ എല്ലാവരും ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നു. ഇതൊക്കെ കളവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പണ്ഡിതൻ എന്ത് സംഭവിച്ചു പോയി? ഇദ്ദേഹത്തിന് എവിടെയാണ് അബദ്ധം സംഭവിച്ചത്? അള്ളാഹു കാക്കട്ടെ. ഇതേപോലെ ആയിരുന്നു വേറെ ഒരു പണ്ഡിതനുണ്ടായിരുന്നു, നൗസാദ് അഹ്സനി എന്ന് പറയുന്നത്. അദ്ദേഹം 2023 വരെ പ്രസംഗിച്ച ഒരു പ്രസംഗവും എന്നോട് ചോദിക്കണ്ട, അതൊക്കെ അദ്ദേഹം മൻസൂക്കാക്കി കളഞ്ഞിരിക്കുന്നു, അവിടുന്ന് ഇങ്ങോട്ടുള്ള പ്രസംഗം എൻ്റെത് കേട്ടാൽ മതി എന്നുള്ളതാണ്. എന്താണ് ഇത്? പണ്ഡിതന്മാർ എവിടെയോ കുരുത്തപ്പഴ സമ്പാദിച്ചതിൽ നിന്ന് വരുന്ന അബദ്ധങ്ങളാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരം ആലിമീങ്ങളുടെ പ്രസംഗം കേട്ട് സാധാരണക്കാർ വഴിതെറ്റിപ്പോകും. നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ച തന്ന സാലിഹീങ്ങളായ പണ്ഡിതന്മാർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ബഹുമാനപ്പെട്ട വലിയ വലിയ ബഹറുകളായ ആലിമീങ്ങൾ, അവർ നമ്മൾക്ക് എന്ത് മാതൃകയാണോ കാണിച്ചു തന്നത് മദ്രസയിലൂടെയും വാഅദിൻ്റെ സ്റ്റേജിലൂടെയും പള്ളി ദർസിലൂടെയും പള്ളിയുടെ മിഹ്റാബിൽ നിന്ന് ഉസ്താദന്മാർ അതാത് നാടുകളിൽ എടുക്കുന്ന ക്ലാസ്സുകളിലൂടെയും നമ്മൾ പഠിക്കുന്നതാണ് യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വഴികൾ. അത് വിട്ടുകൊണ്ട് ചിന്തിക്കുമ്പോൾ ആധുനിക പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ വായിച്ച് ചിന്തിച്ച് കള്ളത്തെരീക്കത്തുകാരുടെ തെരീക്കത്ത് സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത്തരം ആളുകൾക്ക്, ഇത്തരം പ്രാസംഗികർക്കൊക്കെ ഇത്തരം അബദ്ധങ്ങൾ സംഭവിക്കുന്നത്. അള്ളാഹു കാക്കട്ടെ. നമ്മുടെ മുൻഗാമികളെ വിട്ടിട്ടൊരു ഇസ്ലാം ദീന് നമുക്ക് ചിന്തിച്ചുകൂടാ. അത് സാലിഹീങ്ങളായ പണ്ഡിതന്മാരാണ്. വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ജീവിതം കൊണ്ട് നമ്മൾക്ക് മാതൃക കാണിച്ചു തന്ന മഹാന്മാരാണ്. അത് പിൻപറ്റുക. അത് പിൻപറ്റാതെ പോകുമ്പോണ്ടാകുന്ന അബദ്ധങ്ങളാണ് ഇതൊക്കെ എന്നാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്.